Welcome to my channel. Today we are going to discuss about the Muthanga struggle. The Muthanga movement in Kerala, a significant event in the ongoing struggle for land rights and social justice for Adivasi communities, emerged in 2003 after decades of neglect and discrimination. മുത്തങ്ങ സമരം എന്ന് പറയുന്നത് കേരളത്തിലെ ആദിവാസി പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സമരങ്ങളിൽ ഒന്നായിട്ട് നിലകൊള്ളുന്നുണ്ട്. പ്രധാനമായിട്ടും ഇത് ലക്ഷ്യമിടുന്നത് ആദിവാസികൾക്ക് ആവശ്യമായിട്ടുള്ള ലാൻഡ് റൈറ്റ്സ് അല്ലെങ്കിൽ ഭൂമിയുടെ അവകാശത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമരമായിരുന്നു ഇതെന്ന് പറയാം. 2003 ഈ സമരം അരങ്ങേറുന്നത്. ആഫ്റ്റർ ഡേക്കേഡ്സ് ഓഫ് നെഗ്ലക്ട് ആൻഡ് ഡിസ്ക്രിമിനേഷൻ, കാലാകാലങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് ആദിവാസികൾ നേരിടുന്ന പുറത്താക്കലുകളും അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻസും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എതിരായിട്ട് 2003 സ്റ്റാർട്ട് ചെയ്യപ്പെടുന്ന ഒരു മൂവ്മെന്റിനെയാണ് നമ്മൾ മുത്തങ്ങ സ്ട്രഗിൾ എന്ന പേരിൽ വിളിക്കുന്നത്. The movement serves as a reminder of historical injustice faced by indigenous communities and underscore the need for effective policy measures to address these issues. ഈ മൂവ്മെന്റ് പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റ് സെർവ്സ് ആസ് എ റിമൈൻഡർ. ഇത് നമുക്ക് ഒരു റിമൈൻഡർ തരുന്നുണ്ട്. ഇറ്റ്സ് റിമൈൻഡിങ് ദ ഹിസ്റ്റോറിക്കൽ ഇൻജസ്റ്റിസ് ഫേസ്ഡ് ബൈ ഇൻഡിജിനസ് കമ്മ്യൂണിറ്റീസ്. ചരിത്രപരമായിട്ട് ഉള്ള ഇൻജസ്റ്റിസ്, സാമൂഹിക അസമത്വങ്ങളെ കുറിച്ച് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന സാമൂഹിക അസമത്വങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ റിമൈൻഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അണ്ടർസ്കോർ ദ നീഡ് ഫോർ എഫക്റ്റീവ് പോളിസി മെഷേഴ്സ് ടു അഡ്രസ് ദീസ് ഇഷ്യൂസ്. ഈ പറയുന്ന കാരണങ്ങളെ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെ അഡ്രസ് ചെയ്യാനായിട്ട്, അതിനെ പരിഹരിക്കാനായിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള പോളിസീസ് അല്ലെങ്കിൽ പോളിസി മേക്കിംഗ് അനിവാര്യമാണെന്നുള്ളൊരു വസ്തുതയെ നമ്മളിലേക്ക് ഇത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇറ്റ്സ് സിഗ്നിഫിക്കൻസ് എക്സ്റ്റെൻഡ്സ് ബിയോണ്ട് പ്രൊട്ടസ്റ്റ് ടു എൻകോംപസ് ബ്രോഡർ ക്വസ്റ്റ്യൻസ് അബൌട്ട് ഇൻഡിജിനിയസ് റൈറ്റ്സ്, ലാൻഡ് ഓണർഷിപ്പ് ആൻഡ് സോഷ്യൽ ഇക്വാലിറ്റി ഇൻ ഇന്ത്യ. ഇതൊരു സമരം എന്നതിൽ കൂടുതൽ അല്ലെങ്കിൽ ഇറ്റ് എക്സ്റ്റെൻഡ് ബിയോണ്ട് ദ പ്രൊട്ടസ്റ്റ്, ഒരു പ്രൊട്ടസ്റ്റ് എന്ന രീതിയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ തന്നെ ഇറ്റ് എൻകോംപസസ് ബോർഡർ ക്വസ്റ്റ്യൻസ്, കുറേ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കുറേ ചോദ്യങ്ങൾ സമൂഹത്തിനോട് അല്ലെങ്കിൽ ഗവൺമെന്റിനോടൊക്കെ ചോദിക്കുന്നുണ്ട് അബൌട്ട് ദ ഇൻഡിജിനിയസ് റൈറ്റ്സ്. ഈ പറയുന്ന ആദിവാസി ജനവിഭാഗങ്ങളുടെ അല്ലെങ്കിൽ തദ്ദേശീയ ജനങ്ങളുടെ റൈറ്റ്സിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഇത് റൈസ് ചെയ്യുന്നുണ്ട്. ലാൻഡ് ഓണർഷിപ്പ്, ഭൂമിയുടെ അവകാശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ ഇത് റൈസ് ചെയ്യുന്നുണ്ട്. ആൻഡ് സോഷ്യൽ ഇക്വാലിറ്റി ഇൻ ഇന്ത്യ, ഇന്ത്യക്കകത്തുള്ള സോഷ്യൽ ഇക്വാലിറ്റിയെ കുറിച്ചുള്ള കാര്യങ്ങളും ഇത് മെൻഷൻ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന സോഷ്യൽ ഇക്വിറ്റിയെ കുറിച്ചുള്ള ആവശ്യകതയെ കുറിച്ചുള്ള കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ക്വസ്റ്റ്യൻസ് രൂപത്തിൽ മുത്തങ്ങ സ്ട്രഗിൾ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. Historical context of Adivasi land rights. The Adivasis or indigenous tribes of Kerala have historically faced a dispossession of their lands due to the colonial policies, post-independence land reforms and the encroachment of non-tribal settlers. ഈ മൂന്ന് കാരണങ്ങൾ വെച്ചിട്ട് ആദിവാസികൾ അല്ലെങ്കിൽ ഇൻഡിജിനിയസ് ട്രൈബ്സ് ഓഫ് കേരള they have historically faced a dispossession of their lands. ഭൂമി കൈമോശം വന്ന കുറേ വിഭാഗം ആൾക്കാരാണ് ഈ ആദിവാസികൾ എന്ന് പറയുന്നത്. ഇൻഡിജിനിയസ് പീപ്പിൾ ഓഫ് കേരളയാണ് നമ്മൾ ആദിവാസീസ് എന്ന് വിളിക്കുന്നത്. അവർക്ക് ചരിത്രപരമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാലങ്ങൾ, നൂറ്റാണ്ടുകളായി അവർക്ക് അവരുടെ കയ്യിൽ നിന്ന് ലാൻഡ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന് പ്രധാനമായിട്ടും 3 റീസൺസ് പറയുന്നുണ്ട്. ഡ്യൂ ടു കൊളോണിയൽ പോളിസീസ്, ഒന്ന് കോളനിവൽക്കരണത്തിന്റെ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി അവരുടെ പോളിസീസിന്റെ ഫലമായിട്ട് കുറേ ഭൂമി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി പോസ്റ്റ് ഇൻഡിപെൻഡൻസ്, സ്വന്തം കിട്ടിയതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ഫലമായിട്ട് വരുന്ന ലാൻഡ് റിഫോംസിൽ അവരുടെ ഭൂമി നഷ്ടപ്പെട്ടിരുന്നു. ദെൻ എൻക്രോച്ച്മെന്റ് ഓഫ് നോൺ ട്രൈബൽ സെറ്റിലേഴ്സ്, ഈ നോൺ ട്രൈബൽ അല്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ ഗോത്ര വിഭാഗക്കാരല്ലാത്ത ആൾക്കാരുടെ അധിനിവേശം അല്ലെങ്കിൽ അവർ ഈ ഭൂമി കൈവശപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ഭൂമി കുറേ പ്രദേശങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഡെസ്പൈറ്റ് ദ എക്സിസ്റ്റൻസ് ഓഫ് ലോസ് aimed at protecting their land rights such as the Kerala Scheduled Tribes Act of 1975, the implementation has been fraught with challenges. ഇവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന ഇവരുടെ ഭൂമി സംരക്ഷിക്കാനായിട്ട് ഗവൺമെന്റ് പലതരത്തിലുള്ള നിയമങ്ങൾ പാസ്സാക്കിയിട്ടുണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിയമങ്ങളിലൊന്ന് കേരള ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആക്ട് ആണ്. ദാറ്റ് ഈസ് 1975, 1975 പാസ്സാക്കിയ നിയമമാണ്. ഇങ്ങനെ നിയമങ്ങൾ പാസ്സാക്കിയിട്ടുണ്ടെങ്കിലും അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നു. The Adivasi community, which constitutes about 1% of Kerala's population, has been a significant increase in landlessness, particularly in the regions like Wayanad and Palakkad. കേരളത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ജനസംഖ്യ എടുത്താൽ അല്ലെങ്കിൽ 1% വരുന്ന ഈ ആദിവാസി ഗോത്ര വിഭാഗങ്ങൾ വരുന്ന അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന കാലഘട്ടങ്ങളിലെല്ലാം തന്നെ പാലക്കാട്, വയനാട് തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം എ സിഗ്നിഫിക്കന്റ് ഇൻക്രീസ് ഇൻ ലാൻഡ്ലെസ്നെസ്, ഭൂമി നഷ്ടപ്പെടുന്ന ഒരു പ്രവണത കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് വയനാട്, പാലക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഇവരുടെ ആദിവാസ മേഖല. ഈ പ്രദേശങ്ങളിലെ ഭൂമി നഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. On January 4th, 2003, the Adivasi Gotra Mahasabha (AGMS) initiated a peaceful occupation of the Muthanga area, which had been historically significant to the Adivasi community. 2003 ജാനുവരി 4-ന് ആദിവാസി ഗോത്ര മഹാസഭ എന്ന് പറയുന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ നേതൃത്വത്തിൽ they initiated a peaceful occupation of the Muthanga area. അവരുടെ പ്രദേശമായിരുന്ന മുത്തങ്ങ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ ഈ ആദിവാസി കമ്മ്യൂണിറ്റി വളരെ സൈലന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓക്കുപേഷൻ നടന്ന ആ പ്രദേശങ്ങളിൽ
ആദിവാസി ഉറപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. This action was a culmination of years of frustration over unfulfilled promises by the government regarding land distribution and recognition of their rights. ഇവരിത് തീരുമാനിക്കുന്നതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ ഒരുപാട് കാലഘട്ടങ്ങളായിട്ട് അവർക്ക് ഗവൺമെന്റ് നൽകിയ കുറെ വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു റിഗാർഡിംഗ് ലാൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് റെക്കഗ്നേഷൻ ഓഫ് ദ റൈറ്റ്സ്. ഭൂമിദാനം ചെയ്യാമെന്നും ഭൂമിയിലുള്ളവരുടെ അവകാശങ്ങളെ അംഗീകരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പല ഗവൺമെന്റുകളും ഇവരെ എന്ത് ചെയ്തു, കബളിപ്പിച്ചു. അപ്പം അതിനെതിരായിട്ടുള്ള ഫ്രസ്ട്രേഷൻ, അതിനെതിരായിട്ടുള്ള പ്രതികരണം എന്ന രീതിയിലാണ് അവർ ഈ ഒരു പരിപാടിയിലേക്ക് എത്തിപ്പെടുന്നത്. The AGMS had previously entered into agreement with the Kerala government in 2011, which promised land distribution to landless Adivasi families. 2001 ഈ പറയുന്ന ആദിവാസി ഗോത്ര മഹാസഭ ഗവൺമെന്റുമായിട്ടൊരു ട്രീറ്റിയിൽ അല്ലെങ്കിൽ ഒരു നെഗോഷിയേഷനിൽ ഒരു എഗ്രിമെന്റിൽ എത്തിയിരുന്നു. ആ എഗ്രിമെന്റ് പ്രകാരം കേരള ഗവൺമെന്റ് 2001 ഈ ഭൂമിയില്ലാത്ത ആദിവാസി ജനവിഭാഗങ്ങൾക്ക് ഭൂമി നൽകാമെന്നൊരു വാഗ്ദാനം നൽകിയിരുന്നു. However, the government failed to implement this agreement due to the occupation. ഈ വാഗ്ദാനം കാലക്രമേണ, അതായത് 2 വർഷം കഴിഞ്ഞിട്ട് നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരികയും അതിനെതിരെ അറ്റൻഡ് ചെയ്യപ്പെട്ടു. ഈ ഗോത്ര ജനസഭ ഒരു സ്ട്രൈക്ക് പോലെ ഇത് ഓർഗനൈസ് ചെയ്യുകയും ചെയ്തു. The peaceful protest was met with brutal repression by the state on February 19, 2003, resulting in a violent police crackdown that left several Adivasis dead and many others injured. ഈ ഒരു സമാധാനപരമായ മൂവ്മെന്റിനെ ഗവൺമെന്റ് സപ്രസ് ചെയ്യാൻ ശ്രമിക്കുകയും പോലീസിന്റെ അറ്റാക്കിൽ കുറെ ആൾക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. The incident drew national attention and sparked outrage among various civil society groups, highlighting the systematic discrimination faced by the Adivasi community. അത് വളരെ വേഗത്തിൽ തന്നെ നാഷണൽ ലെവലിൽ ഒരു നാഷണൽ അറ്റൻഷൻ ആയിട്ട് മാറുകയും ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുകയും ആൻഡ് സ്പാർക്ക്ഡ് ഔട്ട്റേജ് അമംഗ് വേരിയസ് സിവിൽ സൊസൈറ്റി ഗ്രൂപ്പ്, സമൂഹത്തിലെ പല സൊസൈറ്റി ഗ്രൂപ്പ്സ് ഇതിനെ ഏറ്റെടുക്കുകയും ചെയ്തു. ഹൈലൈറ്റിംഗ് ദ സിസ്റ്റമാറ്റിക് ഡിസ്ക്രിമിനേഷൻ ഫേസ്ഡ് ബൈ ദ ആദിവാസി കമ്മ്യൂണിറ്റി. ആദിവാസി കമ്മ്യൂണിറ്റീസ് കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലും മൊത്തത്തിൽ അനുഭവിക്കുന്ന ഡിസ്ക്രിമിനേഷൻ എന്താണെന്ന് ആൾക്കാർക്കിടയിൽ എത്തിക്കാൻ അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുന്നിലേക്ക് എത്തിക്കാൻ ഈ സമരം സഹായിച്ചു എന്ന് പറയാം. In the aftermath of the Mutanga incident, the Kerala government attempted to justify its actions by labeling the Adivasi protest as an anti-national and linking it to the extremist group. ഈ ഒരു മുത്തങ്ങ സംഭവത്തിന് ശേഷം കേരള ഗവൺമെന്റ് ഈ മുത്തങ്ങ സംഭവത്തെ ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പോലീസ് നടപടിയെ ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ഈ ആദിവാസി പ്രൊട്ടസ്റ്റിനെ ഒരു ആന്റി നാഷണൽ ആൻഡ് ലിങ്കിങ് ടു എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പ്, തീവ്രവാദ ഗ്രൂപ്പുകളാണ് നടത്തിയതെന്നും ഇതൊരു ആന്റി നാഷണൽ മൂവ്മെന്റ് ആണെന്നും ഒക്കെ വരുത്തി തീർക്കാനാണ് ശ്രമിച്ചു. This narrative was quickly challenged by the activists and human rights organization. പക്ഷേ ഈ ഒരു നടപടിയെ അവിടെ ഉണ്ടായിരുന്ന ഈ ഗോത്ര മഹാജനസഭ അടക്കമുള്ള ആൾക്കാരും ആക്ടിവിസ്റ്റുകളും പിന്നെ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻസ് എല്ലാം ഇതിനെ എതിർക്കുകയും which called for an independent inquiry into the police violence. അവർ ഈ പറയുന്ന പോലീസ് വയലൻസിനെ കുറിച്ച് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള അന്വേഷണം, സ്വതന്ത്രമായിട്ടുള്ള അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തു. ദ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ NHRC ഇന്റർവെൻഡ്. ഇതിന്റെ ഫലമായിട്ട് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഇതിനകത്ത് ഇന്റർവെൻ ചെയ്യുകയും leading to a demand for a Central Bureau of Investigation to inquire into the events. ഈ നടപടിക്രമങ്ങളെക്കുറിച്ച്, പോലീസ് നടപടിയെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് CBI ചുമതലപ്പെടുത്തണമെന്ന ആവശ്യം ഉന്നയിക്കുക. Despite the legal frameworks in place, such as the KST Act and the provisions under Schedule 5 of the Indian Constitution, the implementation has been lackluster. അപ്പോൾ ഇവിടെ KST നിയമം, ഇന്ത്യൻ ഭരണഘടന 5ാം ഷെഡ്യൂൾ പ്രകാരമുള്ള വ്യവസ്ഥകൾ തുടങ്ങിയ നിയമപരമായിട്ടുള്ള ചട്ടക്കൂടുകൾ നിലവിലുണ്ടെങ്കിലും ഇതിന്റെ നടപ്പിലാക്കലുകൾ കേരളത്തിൽ ഈ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുന്നത് വളരെ അപര്യാപ്തമായിട്ട് മാറിയിരുന്നു എന്ന് പറയാം. The government's failure to restore land to the Adivasis, coupled with the ongoing encroachment by non-tribal settlers, has perpetuated a cycle of injustice and marginalization. അതിനോടൊപ്പം തന്നെ ആദിവാസികൾക്ക് ഭൂമി കൈമാറാൻ അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കാൻ സർക്കാർ ശ്രമിച്ചുവെങ്കിലും അതൊന്നും സാധ്യമായിരുന്നില്ല. ഗവൺമെന്റ് അതിന്റെ പരാജയവും അതോടൊപ്പം തന്നെ ഗോത്രവർഗ്ഗക്കാരല്ലാത്ത കുടിയേറ്റക്കാരുടെ തുടർച്ചയായ കയ്യേറ്റം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇത് വീണ്ടും ഈ പ്രശ്നങ്ങൾ കൂടുതൽ വൾഗറാക്കുകയും അല്ലെങ്കിൽ ഇറ്റ് പെർപെച്വേറ്റഡ് എ സൈക്കിൾ ഓഫ് ഇൻജസ്റ്റിസ് ആൻഡ് മാർജിനലൈസേഷൻ, വീണ്ടും അനീതിയുടെയും പാർശ്വവൽക്കരണത്തിലേക്ക് ഒരു സൈക്കിൾ അല്ലെങ്കിൽ അത് വീണ്ടും കണ്ടിന്യൂ ചെയ്തു പോവുകയും ചെയ്തു എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് KST ആക്ട് 1975 KST ആക്ടും പിന്നെ ഈ പറയുന്ന നിയമങ്ങളൊക്കെ പാസ്സാക്കിയിട്ടുണ്ടെങ്കിലും അതിനെ പൂർണ്ണമായിട്ടും ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല. അതിനോടൊപ്പം തന്നെ എന്താണ് ലാൻഡ് ടു ദ ആദിവാസീസ്, ഈ ലാൻഡ് ആദിവാസികൾക്ക് തിരികെ നൽകാൻ സാധിച്ചിട്ടില്ല. അതിനോടൊപ്പം തന്നെ എൻക്രോച്ച്മെന്റ് ബൈ ദ നോൺ ട്രൈബൽ സെറ്റിലേഴ്സ്, ഈ ആദിവാസി പ്രദേശങ്ങളിൽ ആദിവാസികളല്ലാത്ത ആൾക്കാരുടെ കയ്യേറ്റം തുടങ്ങിയ കാര്യങ്ങളെല്ലാം എന്തൊരു കാരണമായിട്ട് തീരുന്നുണ്ട്, ഈ ഇൻജസ്റ്റിസും ഈ മാർജിനലൈസേഷനും റിപ്പീറ്റ് ചെയ്യാനുള്ള റീസൺസ് ആയിട്ട് തുടരുകയും ചെയ്യുന്നുണ്ട്. The Mutanga struggle is not just for a fight for land, it is a broader movement for recognition, dignity and self-governance.
മുത്തങ്ങ പോരാട്ടം ഭൂമിക്ക് വേണ്ടിയുള്ള ഒരു സമരം മാത്രമായിട്ട് നമ്മൾ കണക്കാക്കുന്നില്ല. അത് അംഗീകാരം, അന്തസ്സ്, സ്വയംഭരണം തുടങ്ങിയ കാര്യങ്ങൾക്കുള്ള അല്ലെങ്കിൽ തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടൊരു സമരമായിരുന്നു. The AGMS along with other ആദിവാസി organizations has played a crucial role in mobilizing the community and raising awareness about their rights. ഇവിടെ നമ്മൾ നോക്കുമ്പോഴേക്കും ഈ പറയുന്ന അവരുടെ അവകാശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ഈ AGMS എന്ന് പറയുന്ന സംഘടനയും അതിനോടൊപ്പം തന്നെ ആദിവാസി ഓർഗനൈസേഷൻസും എല്ലാം they played a crucial role in mobilizing the community. ഈ ജനങ്ങളെ കൂട്ടി നിർത്താനായിട്ട് അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടിയിട്ട് അവരെല്ലാം ഒരു പ്രധാനപ്പെട്ട റോൾ കൈവരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് പങ്കെടുത്തിട്ടുണ്ട്. ആൻഡ് റേസിംഗ് അവയർനെസ് അബൌട്ട് ദെയർ റൈറ്റ്സ്. ഈ ജനങ്ങളുടെ, ആദിവാസി ജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചും അവരുടെ കൂട്ടായ്മയെക്കുറിച്ചും മനസ്സിലാക്കിയെടുക്കുന്നതിന് വേണ്ടിയും അവരെ ഒരുമിച്ച് നിർത്തുന്നതിനും AGMS വളരെയധികം ശ്രമിച്ചു എന്ന് പറയാം. The establishment of a tribal court in August 2002, which declared the Adivasis' intention to occupy their ancestral land, exemplifies the community's resolve to assert their rights. തങ്ങളുടെ ഭൂമി അല്ലെങ്കിൽ തങ്ങളുടെ പൂർവികരുടെ ഭൂമി കൈവശപ്പെടുത്താനുള്ള ആദിവാസികളുടെ ഉദ്ദേശം പ്രഖ്യാപിച്ചുകൊണ്ട് 2002 ഓഗസ്റ്റിൽ ഒരു ആദിവാസി കോടതി സ്ഥാപിക്കുകയും അവരുടെ അവകാശങ്ങൾ ഉറപ്പിക്കുന്നതിനുള്ള സമുദായത്തിന്റെ ദൃഢനിശ്ചയം അതിനോടത്തൂടെ അവർ ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ 2002 അവരെന്തിപ്പെട്ടു, ഒരു ആദിവാസി കമ്മ്യൂണിറ്റി എല്ലാം കൊണ്ട് ചേർന്നുകൊണ്ട് അവരെന്തിപ്പെട്ടു എസ്റ്റാബ്ലിഷ്ഡ് എ ട്രൈബൽ കോർട്ട്, ഒരു ട്രൈബൽ കോർട്ട് ഉണ്ടാക്കി. അതിനകത്ത് അവർ അവകാശപ്പെടുന്നതെന്ന് വെച്ചാൽ വിച്ച് ഡിക്ലെയർഡ് ദ ആദിവാസീസ് ഇന്റൻഷൻ ടു ഓക്കുപൈ ദർ ആൻസെസ്ട്രൽ ലാൻഡ്. പൂർവികരുടെ ഭൂമി സ്വന്തമാക്കണം എന്നുള്ളൊരു ദൃഢനിശ്ചയം അവർ ഇതിൽ കൂടി ഏറ്റെടുക്കുകയും ചെയ്തു. The struggle has also highlighted the intersection of environmental issues and indigenous rights as the encroachment of forest for commercial purposes has further marginalized the Adivasi community. വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വനങ്ങൾ കയ്യേറുന്നതും ആദിവാസി സമൂഹത്തെ കൂടുതൽ പാർശ്വവൽക്കരിക്കുന്നതിനാൽ പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെയും തദ്ദേശീയ അവകാശങ്ങളുടെയും വിഭജനവും തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യപ്പെട്ടു, ഈ ഒരു മൂവ്മെന്റ് ഉയർത്തി കാണിച്ചു എന്ന് പറയാം. The struggle has also highlighted the intersection of environmental issues, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉയർത്തി കാണിച്ചു. and indigenous rights, ജനങ്ങളുടെ തദ്ദേശീയ ജനങ്ങളുടെ അവകാശങ്ങൾ ഉയർത്തി കാണിച്ചു. as the encroachment of forest for commercial purposes. അതിനോടൊപ്പം തന്നെ എന്താണ്, കൊമേഴ്സ്യൽ പർപ്പസിന്, വാണിജ്യത്തിന് വേണ്ടി ലാൻഡ് അല്ലെങ്കിൽ ഫോറസ്റ്റ് ഏറ്റെടുക്കുന്ന പരിപാടിയെക്കുറിച്ചുള്ള കാര്യങ്ങളും അതുവഴി എങ്ങനെയാണ് ഒരു ആദിവാസി കമ്മ്യൂണിറ്റീസിനെ മാർജിനലൈസ് ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ അവർ പുറത്താക്കപ്പെട്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സമരങ്ങൾ കൂടി മനസ്സിലാക്കാനായിട്ട് സാധിച്ചു എന്ന് പറയാം. The movement has garnered support from various civil society groups, emphasizing the need for a more equitable and just approach to the land rights in Kerala. ഇതിനകത്ത് ഈ പറയുന്ന കേരളത്തിലെ ഭൂമി അവകാശങ്ങളിൽ കൂടുതൽ തുല്യവും നീതിയുക്തവുമായിട്ടുള്ള സമീപനത്തിന് ആവശ്യകത ഊന്നി പറഞ്ഞുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് വിവിധ സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകളിൽ നിന്ന് വൻതോതിൽ പിന്തുണ ഉണ്ടാകിച്ചു. അപ്പോൾ ഈ ഭൂമിയുമായിട്ട് ബന്ധപ്പെടുന്ന അവകാശങ്ങളിൽ ജനങ്ങൾക്ക് കൂടുതൽ നീതിയുക്തമായിട്ടുള്ള സമീപനത്തിന് ആവശ്യകത എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യപ്പെട്ടു എന്ന് പറയാം. ഇതിനകത്ത് പലതരത്തിലുള്ള സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു എന്ന് പറയാം. The Muthanga struggle is a poignant reminder to the ongoing fight for land rights and social justice faced by the Adivasi community in Kerala. കേരളത്തിലെ ആദിവാസി സമൂഹം നേരിടുന്ന ഭൂമി അവകാശങ്ങൾക്കും അതിനോടൊപ്പം തന്നെ സാമൂഹ്യ നീതിക്കും വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് മുത്തങ്ങ പോരാട്ടം എന്ന് പറയാം. It underscores the urgent need for the government to honor its commitments and implement existing laws that protect the rights of indigenous population. സർക്കാർ ഗവൺമെന്റ് അതിന്റെ പ്രതിബദ്ധതകളെ മാനിക്കുകയും തദ്ദേശീയ ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിലുള്ള നിയമങ്ങൾ പാസ്സാക്കുകയും അല്ലെങ്കിൽ നടപ്പാക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഇത് ഉറപ്പുവരുത്തുന്നു അല്ലെങ്കിൽ ഇതിനെ ചൂണ്ടിക്കാണിക്കുന്നു എന്ന് പറയാം. Then as the Adivasis continue to assert their rights, the Muthanga incident serves as a catalyst for broader discussions on land reforms, self-governance and the recognition of indigenous rights in India. അപ്പോൾ ആദിവാസികൾ ഈ പറയുന്ന അവരുടെ അവകാശങ്ങൾ ഉറപ്പിച്ച് പറയുന്നത് തുടരുമ്പോഴൊക്കെ മുത്തങ്ങ സംഭവവും പിന്നെ അതിനോടൊപ്പം തന്നെ ഭൂപരിഷ്കരണം, സ്വയംഭരണം തുടങ്ങിയ ഇന്ത്യയിലെ തദ്ദേശീയ അവകാശങ്ങളുടെ അംഗീകാരം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വിശാലമായ ചർച്ചകൾക്ക് ഇതൊരു ഉത്തേജകമായിട്ട് പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് ഇതൊരു സ്റ്റിമുലേറ്റിംഗ് ഫാക്ടറായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ മുത്തങ്ങ സംഭവം എന്ന് പറയുന്നത് ഇറ്റ് സെർവ്ഡ് ആസ് എ കാറ്റലിസ്റ്റ് ഫോർ ദ ബ്രോഡർ ഡിസ്കഷൻസ്, ഒരുപാട് ഡിസ്കഷൻസിന് ഇത് ഒരു മുതൽക്കൂട്ടാണെന്ന് പറയാം. ഓൺ ലാൻഡ് റിഫോംസുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾക്കും സെൽഫ് ഗവേണൻസ്, സ്വയംഭരണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾക്കും റെക്കഗ്നേഷൻ ഓഫ് ഇൻഡിജിനിയസ് റൈറ്റ്സ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ തദ്ദേശീയ ജനതയുടെ നിയമങ്ങളെക്കുറിച്ചും അവരുടെ റൈറ്റ്സിനെ കുറിച്ചും ഒക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഇത് ഉയർത്തി കാണിക്കുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ബ്രോഡർ ഡിസ്കഷൻസ് ഇത് ഉറപ്പാക്കുന്നു എന്ന് പറയാം. The path forward requires a concerted effort from all stakeholders to ensure that the voices of the marginalized are heard and respected in the quest of justice and equality. അപ്പോൾ ഇവിടെ നീതിയുടെയും സമത്വത്തിന്റെയും അന്വേഷണത്തിൽ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ മാർജിനലൈസ് ചെയ്യപ്പെട്ട ശബ്ദങ്ങൾ കേൾക്കുകയും
ബഹുമാനിക്കപ്പെടുകയും ചെയ്യുക എന്ന് ഉറപ്പാക്കാനായിട്ട് എല്ലാ ആൾക്കാരുടെയും സമഗ്രമായ ശ്രമം അത്യാവശ്യമാണ് എന്ന് ഏത് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. ഈ പറയുന്ന സ്ട്രഗിൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. The path forward requires a concentrated effort from all stakeholders to ensure that the voices of the marginalized are heard. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുടെ ശബ്ദം ഉയർന്നു കേൾക്കേണ്ടതും അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടതും ആൻഡ് റെസ്പെക്റ്റഡ് അവരെ നമ്മൾ ബഹുമാനിക്കേണ്ടതും അത്യാവശ്യമാണ്. അത് നമ്മുടെ സോഷ്യൽ ജസ്റ്റിസിനും ഇക്വാലിറ്റിക്കും അനിവാര്യമായ ഒരു ഘടകമാണെന്നുള്ളത് ഈ പറയുന്ന മുത്തങ്ങ സമരം നമ്മളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യും. താങ്ക് യു.